അങ്ങനെ നരേന്ദ്രമോദിയെ കാണാൻ അമേരിക്കയിൽ നിന്ന് നരേന്ദ്രമോദിയുടെ സംഖ്യയായിട്ടുള്ള ഒരു സുഹൃത്ത് ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. അതെ, JD വാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ്. എങ്ങനെയാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് സംഖ്യയാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ തന്നെ ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റായിട്ട് കൊണ്ടുവരാൻ പോകുന്ന JD വാൻസിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും RSSുമായി ലിങ്കുകൾ ഉണ്ട് എന്നുള്ള ചർച്ചകൾ നമ്മുടെ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിലൊക്കെ വളരെയധികം സജീവമായിരുന്നു. ഇനി എന്താണ് ആ ലിങ്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. JD വാൻസിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്നതോടെയാണ് ഉഷ ചിലുകുരി വാൻസും അവരുടെ കുടുംബവും ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ ഉഷ ചിലുകുരി വാൻസ് എന്ന് പറയുന്നത് JD വാൻസിന്റെ ഭാര്യയാണ്. JD വാൻസിന്റെ ഭാര്യയും നമ്മുടെ രാജ്യം സന്ദർശിക്കാനായി എത്തിയിട്ടുണ്ട്. ഉഷ വളർന്നത് കാലിഫോർണിയയിലാണെങ്കിലും അവരുടെ പൂർവിക വേരുകൾ ആന്ധ്രാപ്രദേശിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആകസ്മികമായി അവരുടെ മുത്തശ്ശി സ്വന്തം നിലയിൽ തന്നെ ഒരു പ്രതീകമാണ്. ആന്ധ്രാപ്രദേശിലെ വലിയൊരു കുടുംബത്തിൽ അംഗമായ അവരുടെ മുത്തശ്ശി 96 വയസ്സിലും ഭൗതിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എൻ്റെ ഭർത്താവ് സുബ്രഹ്മണ്യ ശാസ്ത്രിയുടെ മൂത്ത സഹോദരൻ രാമശാസ്ത്രിയുടെ ചെറുമകളാണ് ഉഷ എന്നാണ് അന്ന് ഈ മുത്തശ്ശി പറഞ്ഞിരുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന മൂർച്ചയുള്ള ബുദ്ധിശക്തിയും വിവേകവും അവർക്ക് പാരമ്പര്യമായി ലഭിച്ചതിനാൽ ഞാൻ സന്തുഷ്ടയാണെന്നും എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനും, അതായത് ഉഷയുടെ മുത്തച്ഛനും യൂണിവേഴ്സിറ്റി പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നും ഇവർ പറയുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനും സാമൂഹിക ആശങ്കകളുണ്ട്. വാസ്തവത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് എൻ്റെ ഭർത്താവ് ഒരു RSS പ്രവർത്തകനായിരുന്നതിനാൽ 2 വർഷം ജയിലിൽ കിടന്നു എന്നാണ് ഇപ്പോൾ ഉഷയുടെ മുത്തശ്ശി പറയുന്നത്. അതായത് ഉഷയുടെ മുത്തശ്ശൻ ഒരു RSS പ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുമാണ് കൃത്യമായി ഇവർ പറയുന്നത്. ഒഹോയോ സെനറ്ററും റിപ്പബ്ലിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുമായിട്ടുള്ള JD വാൻസിന്റെ ഭാര്യയായ ഉഷ ചിലുകുരി വാൻസ് പ്രശസ്തി നേടുന്നതിന് വളരെ മുമ്പ് തന്നെ അവരുടെ മുത്തശ്ശി 96 വയസ്സുള്ള ചിലുകുരി ശാന്തമ്മ, ആന്ധ്രാപ്രദേശിൽ ഇതിനകം തന്നെ അറിയപ്പെടുന്ന ഒരു സ്ത്രീയാണ്. പ്രായമായിട്ടും ശാന്തമ്മ വിജയനഗരത്തിലെ ഒരു സ്വകാര്യ സർവകലാശാലയിൽ ഭൗതികശാസ്ത്രം പഠിപ്പിക്കുന്നത് തുടരുകയാണ്. ഒരു മനുഷ്യസ്നേഹി കൂടെയാണ് അവർ. വിശാഖപട്ടണത്തിനടുത്തുള്ള തന്റെ വീട് വിവേകാനന്ദ മെഡിക്കൽ ട്രസ്റ്റിന് ഒരു ക്ലിനിക്കായി സംഭാവന ചെയ്തു. താമസിയാതെ ആ ക്ലിനിക്ക് ആശുപത്രിയായി മാറുമെന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ഉഷയുടെ ഭർത്താവിനെ മത്സരാർത്ഥിയായി തിരഞ്ഞെടുത്തപ്പോൾ ശാന്തമ്മ തന്റെ കൊച്ചുമകളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നിരുന്നു. ഉഷയ്ക്ക് അനുഗ്രഹം അയച്ച അവർ നവംബറിൽ നടക്കാനിരിക്കുന്ന US തെരഞ്ഞെടുപ്പിൽ ഭർത്താവിന് വിജയവും ആ സമയത്ത് ആശംസിച്ചിരുന്നു. കുടുംബത്തിന് ഇത് അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് എന്നാണ് അന്ന് ശാന്തമ്മ പറഞ്ഞിരുന്നത്. തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ത്യക്ക് സംഭാവന നൽകുമെന്നും US-ൽ ഹിന്ദുമതത്തിന്റെ ആഴമേറിയ തത്വചിന്തകൾ പ്രചരിപ്പിക്കുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അന്ന് ഉഷയെക്കുറിച്ച് ശാന്തമ്മ പറഞ്ഞിരുന്നത്. സെഞ്ചൂറിയൻ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ ശാന്തമ്മ 60 കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. 96 വയസ്സിലും എന്തുകൊണ്ട് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ പ്രചോദിപ്പിക്കുന്നു എന്നാണ് ശാന്തമ്മ പറഞ്ഞിരുന്നത്. നിങ്ങൾ ആരോഗ്യവാനാണെങ്കിൽ നിങ്ങൾ സമൂഹത്തിന് നന്മ ചെയ്യണം, അല്ലെങ്കിൽ പഴഞ്ചൊല്ല് പോലെ അലസമായ മനസ്സ് എളുപ്പത്തിൽ പിശാചിന്റെ പണിപ്പുരയായി മാറുമെന്നാണ് ശാന്തമ്മ പറയുന്നത്. ഈ ശാന്തമ്മയുടെ ഭർത്താവാണ് ഉഷയുടെ RSSകാരനായ മുത്തച്ഛൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.